ഹായ് എല്ലാവർക്കും ന്യൂജൻ മാത്ത് എന്ന SSLC ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രാക്ഷനെ കുറിച്ചാണ്. ഇതൊക്കെ നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ പഠിക്കാൻ, അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറയുന്ന നിങ്ങളുടെ SSLC മാത്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ പഠിക്കാൻ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ അഡിഷനും സബ്ട്രാക്ഷനും ഒക്കെ പഠിച്ചിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കാണുക. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകുന്നു. ആദ്യം തന്നെ മനസ്സിലാക്കുക, ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യയുടെ രൂപം ഇങ്ങനെയായിരിക്കും. മുകളിൽ ഒരു സംഖ്യ എ, താഴെ ഒരു സംഖ്യ ബി, അവർ തമ്മിലൊരു ഡിവിഷൻ കാണും. അപ്പോൾ ഇതുപോലത്തെ രൂപങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഫ്രാക്ഷൻ. ഏറ്റവും വലിയ ഫ്രാക്ഷൻ ഏത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയണം, ഏറ്റവും വലിയ ഫ്രാക്ഷൻ 1 ആണ്. ഈ എഴുതിയേക്കുന്ന ഫ്രാക്ഷനൊക്കെ ഒന്നിനെയും കാട്ടിയും ചെറുതായിരിക്കും, അതും മനസ്സിലാക്കുക. ഇനി ഒരു ഫ്രാക്ഷൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യമേ ആ ഫ്രാക്ഷൻ ഏറ്റവും ചെറു രൂപത്തിലാണോ എന്ന് ചെക്ക് ചെയ്യണം. ഈ ഫ്രാക്ഷൻ കണ്ട, ഇവിടെ 5ഉം താഴെ അടിക്ക് 10ഉമാണ്. നമുക്ക് ഈ ഫ്രാക്ഷൻ ഇനിയും ചെറുതാക്കാൻ കഴിയും. എങ്ങനെ ചെറുതാക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, മുകളിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. താഴെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ പറ മക്കളെ, 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എത്രയാണ്? 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ 1ഉം താഴെ 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ 2ഉമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ 5/10 എന്ന് പറയുന്ന ഫ്രാക്ഷൻ്റെ ചെറു രൂപമാണ് 1/2. അപ്പോൾ എപ്പോഴും കണക്ക് ചെയ്യാൻ നേരത്ത് ഫ്രാക്ഷനെ കുറിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ തന്നിരിക്കുന്ന ഫ്രാക്ഷനെ ഇതുപോലത്തെ സിംപ്ലസ്റ്റ് ഫോം അല്ലെങ്കിൽ ചെറു രൂപത്തിലോട്ട് മാറ്റുക. അപ്പോൾ മനസ്സിലാക്കുക, ഈ 5/10 എന്ന് പറയുന്ന ആര് തന്നെയാണ് 1/2, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ പറയും അര. 1/2 ആരാണ്? അര എന്ന് പഠിക്കും. ഓക്കെ, ഹാഫ് എന്ന് പഠിക്കും. ഇതെന്തുവാണ്? ഹാഫ് അല്ലെങ്കിൽ 1/2. മനസ്സിലായോ? എപ്പോഴും ഒരു ഫ്രാക്ഷൻ എങ്ങനെ എഴുതാൻ പഠിക്കണം? ചെറു രൂപത്തിൽ എഴുതണം. അങ്ങനെ എഴുതാനായിട്ട് മുകളിലും താഴെയും ഒരേ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ മനസ്സിലായി തുടങ്ങും. നോക്ക് മക്കളെ, അടുത്ത ചോദ്യം നോക്ക്. 12/24. ഇത് രണ്ടിലും അടങ്ങുന്ന ഒരു സംഖ്യ നിങ്ങളുടെ മനസ്സിൽ വന്നു കാണും. നിങ്ങളുടെ മനസ്സിൽ വന്നത് 2 ആയിരിക്കും. പക്ഷെ അതല്ല ഞാൻ ഇവിടെ ചൂസ് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ ആലോചിക്കും, 12ന്റെ മൾട്ടിപ്പിൾ ഇല്ലയോ ഈ 12/24 എന്ന് പറയുമ്പോൾ മുകളിലും ഞാൻ 12 കൊണ്ട് ഹരിക്കുന്നു, താഴെയും ഞാൻ 12 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ ഒറ്റയടിക്ക് അങ്ങ് തീരും, കണ്ടല്ലോ. അപ്പോൾ 12നെ 12 കൊണ്ട് ഹരിച്ചാൽ ഒരേ സംഖ്യയെ താൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ഉത്തരം 1 വരും ആൻസർ. അപ്പോൾ ആൻസർ ഈസ് 1/. ഇനി 24നെ 12 കൊണ്ട് ഹരിച്ച് എത്രയാണ്? 12ന്റെ പട്ടിൽ എത്രയാണ്? 12 × 2 ആണ് 24. അതുകൊണ്ട് 1/2 ഈസ് ദി ആൻസർ. കണ്ടോ? അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് മനസ്സിലായി 12/24 എന്ന് പറയുന്നത് എത്രയാണ്? 1/2 ആണ്. മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെറു രൂപത്തിൽ. അപ്പോൾ ഈ ഫ്രാക്ഷൻ്റെ ചെറു രൂപമാണ് ഏത്? അര അല്ലെങ്കിൽ 1/2. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റിന് നിങ്ങൾ കണ്ടാണ് 50/75. അപ്പോൾ ഇവിടെ 0ഉം ഇവിടെ 5ഉം വരുന്നത്. അപ്പോൾ ഏത് അടങ്ങുന്നത് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടല്ലോ. ഏത് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? മുകളിൽ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, താഴെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആൻസർ പറ. 50നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര മക്കളെ? 50നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10. അടുത്ത 75 എന്ന് പറഞ്ഞാൽ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്? 15. മക്കൾ, ഇനി ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഈ സംഖ്യയെ നമ്മൾ ചെറു രൂപത്തിലാക്കി, ഇത് 10/15. ഇനി ഇതിനെ ചെറുതാക്കി കൂടെ ആക്കാമല്ലോ. അതുകൊണ്ട് നമ്മൾ അവിടെയും ഡിവൈഡ് ചെയ്യുക. ഇവിടെയും നമുക്കറിയാം 5ലടങ്ങും, ഇവിടെയും നമുക്കറിയാം 5ലടങ്ങും. അപ്പോൾ ആൻസർ എത്ര വരും? 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ 2, താഴെ 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ 3 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? 50/75ൻ്റെ ചെറു രൂപം ഏത്? സിംപ്ലസ്റ്റ് ഫോം ഏത് എന്ന് ചോദിച്ചാൽ എന്താണ്? 2/3. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ ഇങ്ങനെയും എഴുതി വയ്ക്കാം പരീക്ഷയ്ക്ക്. 50/75 പകരം ഈ സീക്വൽ ടു എന്തെന്ന് എഴുതാം? 2/3 എന്ന് എഴുതാൻ സാധിക്കും, കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യമായി പഠിക്കുന്നത്. ഓക്കെയാണ്, സെറ്റാണ്, എല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 24/36. ഇതിനെ ചെറുതാക്കാൻ പറ്റും. നിങ്ങൾക്കറിയാം ഏത് സംഖ്യ കൊണ്ട് ചെറുതാക്കാൻ പറ്റും? 6 കൊണ്ട് നടക്കും. അപ്പോൾ /6. താഴെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, കേട്ടല്ലോ. മുകളിൽ ഡിവൈഡ് ചെയ്യുന്ന 6 ആണെങ്കിൽ താഴെയും ഏത് തന്നെ പറ്റൂ? 6 പറ്റൂ, വേറെ സംഖ്യ പറ്റൂല. ഓക്കെയാണ്. 24നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്കറിയാം 4 കിട്ടും. 36നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 കിട്ടും. ഇനി നിങ്ങൾ ആലോചിക്കണം, ഈ 4/6നെ ചെറുതാക്കാൻ പറ്റൂലേ? യെസ്, പറ്റും. നിങ്ങൾക്കറിയാമല്ലോ ഏതുകൊണ്ട് പറ്റും മക്കളെ? ഇവിടെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, താഴെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്ന് പറയുമ്പോൾ ആൻസർ എത്ര? 4/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2/6/2 എന്ന് പറയുന്നത് എത്രയാണ്? 2/3 എന്ന് പറഞ്ഞാൽ 24/36നെ ചെറുതാക്കിയാൽ എങ്ങനെ ഇരിക്കും?
2/3. അപ്പം കണക്ക് ചെയ്യാൻ നമുക്ക് ഏതെടുക്കാം? 2/3 എടുക്കാം. ഇതെടുത്ത് കണക്ക് ചെയ്യണോ? വേണ്ട. ഇതും എന്താണ്? ഈക്വൽ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 15/40 ചെറുതാക്കണം. എന്ത് ചെയ്യണം? 15/40 ചെറുതാക്കാൻ ഇവിടെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, താഴെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്രയാണ്? 5ഉം 3ഉമാണ് എന്ത്? 15. 8 5 40. ഇനി ഇതിനെ ചെറുതാക്കാൻ പറ്റൂ? ഈ 3/8നെ 3ലും 8ലും അടങ്ങുന്ന ഏതെങ്കിലും സംഖ്യ ഉണ്ടോ? 3നെ 8നെ ഡിവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും സംഖ്യ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ദ ആൻസർ ഈസ് 3/8. കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. 34നും 46. 34 46 അടങ്ങുന്ന ഏതെങ്കിലും സംഖ്യ ഉണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായി. ഏത് തന്നെയാണ്? നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്. നിങ്ങൾ മനസ്സിൽ കരുതി തന്നെയാണ്. മുകളിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, താഴെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആൻസർ എത്ര? 34നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടും 17 ഡിവൈഡഡ് ബൈ 46നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആൻസർ ഈസ് 23. ഇനി ആലോചിക്കണം, 17ഉം 23 ചെറുതാക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ദ ആൻസർ ഈസ് 17/23. അപ്പം 34/46ന്റെ ചെറു രൂപം ഏത്? 17/23. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്? ഫ്രാക്ഷനുകളെ തമ്മിൽ കൂട്ടാൻ പോകുന്നു. ഫ്രാക്ഷനെ തമ്മിലുള്ള കൂട്ടാൻ. കണ്ടോ, ഇവിടെ കൂട്ടാനാണ്. ഇവിടെ ഒരു ഫ്രാക്ഷൻ ഭിന്നസംഖ്യയുണ്ട്, ഇവിടെ ഒരു ഭിന്നസംഖ്യയുണ്ട്. ഈ രണ്ട് ഭിന്നസംഖ്യയും കൂടെ എന്ത് ചെയ്യണം? കൂട്ടണം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ നോക്കണം. എന്ന് വെച്ചാൽ ഈ ഭാഗമാണ് ന്യൂമറേറ്റർ. നിങ്ങൾക്കറിയാമല്ലോ, ഈ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ന്യൂമറേറ്റർ എന്ന് വിളിക്കും. ന്യൂമറേറ്റർ. ഈ ഭാഗത്തെ വിളിക്കുന്ന പേരെന്തുവാ? ഡിനോമിനേറ്റർ. അതൊക്കെ നിങ്ങൾക്കറിയാം, എനിക്കറിയാം. എന്താണ്? ഛേദവും ഉണ്ടെന്നറിയാമല്ലോ അല്ലേ? ഓക്കെ, അംശവും ഛേദവും ഓക്കെയാണ്. ഇനി നമ്മൾ ഫസ്റ്റ് ഈ കൂട്ടാനുള്ള ചോദ്യം വന്നാൽ, ഏത് ചോദ്യം? കൂട്ടാനുള്ള ചോദ്യം വന്നാൽ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് പോയി ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ രണ്ട് ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ നോക്കി. ഈ ഡിനോമിനേറ്റർ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതും സെയിം ആണ്, ഒരേപോലെ. ഇതിൻ്റെ ഡിനോമിനേറ്ററും 4 ആണ്, ഇപ്പുറത്തെ സംഖ്യയുടെ ഡിനോമിനേറ്ററും 4 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മുകളിലുള്ള രണ്ട് സംഖ്യയും കൂടെ കൂട്ടണം. എന്ത് ചെയ്യണം? ഈ മുകളിലുള്ള ഈ രണ്ട് സംഖ്യയും കൂടെ അങ്ങ് കൂട്ടുക. അപ്പോൾ കൂട്ടുമ്പോൾ എത്ര കിട്ടും മക്കളെ? 2 അല്ലേ കിട്ടുന്നത്? 2/4 എഴുതുക. മനസ്സിലായോ? അപ്പം നമ്മൾ കൂട്ടാനൊരു ചോദ്യം വന്നാൽ നമ്മൾ എവിടെ നോക്കണം? ഡിനോമിനേറ്റർ നോക്കണം. ഒരുപോലെയാണ് ഡിനോമിനേറ്റർ എങ്കിൽ അതെടുത്ത് ഇങ്ങോട്ട് എഴുതണം. മുകളിലുള്ള രണ്ടും കൂടെ കൂട്ടണം. ആൻസർ ഈസ് 2/4. തീർന്നോ? നിങ്ങൾക്കറിയാം ഈ 2/4 എന്ന് പറഞ്ഞ സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെറുതാക്കാൻ പറ്റും. നമുക്കറിയാം ചെറുതാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇവിടെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദ ആൻസർ ഈസ് 1/2. എന്തുവാ? 1/2. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി മക്കളെ? എന്ത് മനസ്സിലായി? ഇതാ നോക്കുക. 1/4ഉം 1/4 കൂട്ടിയാൽ എത്രയാണ് കിട്ടുന്നത്? 1/2 ആണ് കിട്ടുന്നത്. അല്ലെങ്കിൽ മലയാളത്തിലും കൂടെ ഞാൻ പറഞ്ഞുതരാം. കാലും കൂടെ കൂട്ടിയാൽ ഉത്തരം അര. എന്തുവാ? കാലും കൂടെ കൂട്ടിയ ഉത്തരം അര. ഇങ്ങനെയും പഠിച്ചു വയ്ക്കാം കേട്ടോ. ഇതാണ് കാല്, ക്വാർട്ടർ. 2 ക്വാർട്ടേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഹാഫ് കിട്ടും എന്നും പഠിക്കാം. ഓക്കെ, ഏത് വേണമെന്ന് നിങ്ങൾ ചൂസ് ചെയ്ത് വെച്ചോ. അടുത്ത ചോദ്യം വന്നു. അടുത്തതും എന്ത് ചെയ്യാനാണ്? കൂട്ടാനുള്ള ചോദ്യമാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് എവിടെ നോക്കും? ഡിനോമിനേറ്റർ നോക്കും. ഡിനോമിനേറ്റർ രണ്ടും സെയിമാണ്. അപ്പം എളുപ്പമല്ലേ സാർ? മുകളിലുള്ളത് കൂട്ടിയാൽ പോരെ. അപ്പം 2 താഴത്തെ ഒരു 2 ഉണ്ട്. ഈ 2 2ൽ നിന്ന് എത്ര 2 എവിടെ എഴുതൂ? ഒരു 2. ഈ 2 എങ്ങനെ കിട്ടി? ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ കിട്ടി 1 + 1 ഈസ് 2. എന്നിട്ട് ഈ താഴത്തെ 2ൽ ഒരു 2 എഴുതി. അപ്പോൾ ആൻസർ ഈസ് 2/2. 2/2 എത്ര മക്കളെ? 2 എന്ന്. 2 ആണോ? 2/2 എന്ന് പറഞ്ഞാൽ 2 ആണോ? അല്ല, 1 ആണ്. അപ്പോൾ ആൻസർ ഈസ് 1. 2/2 എന്ന് പറഞ്ഞാൽ എത്ര ആൻസർ? 2/2 എന്ന് പറഞ്ഞാൽ ആൻസർ എത്ര? 1. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, മറ്റൊരു ഭാഷയിലും കൂടി ഇത് പറയാം. എങ്ങനെയാണ്? അരയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ, അരയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരം എത്രയായിരിക്കും? 1. നമുക്കറിയാവുന്ന കാര്യമാണ്. അരയും കൂടെ കൂട്ടിയാൽ എത്രയാണ് മക്കളെ? 1. കണ്ടോ, ഇങ്ങനെയും പഠിച്ചു വയ്ക്കാം. മുകളിൽ പറഞ്ഞ എന്തുമായിരുന്നു? കാലും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? അര. ഇതോ അരയും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 1. അരയും കൂടെ കൂട്ടിയാൽ 1. അറിയാം. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ 2 ആണ്, പക്ഷെ ഇവിടെ എന്താണ്? 4 ആണ്. ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും നേരം പഠിച്ച ഈ രണ്ട് കണക്കിനെ വെച്ച് നോക്കുമ്പോൾ ഈ താഴത്തെ കണക്കിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. എന്തോ വ്യത്യാസം? ഇതിൻ്റെ ഡിനോമിനേറ്റർ 2ഉം ഇതിൻ്റെ ഡിനോമിനേറ്റർ എന്തുവാ? 4ഉമാണ്. അങ്ങനെ ആകുമ്പോൾ ചോദ്യത്തിൻ്റെ ആൻസർ ചെയ്യാൻ ഒരു മാർഗ്ഗമുണ്ട് മക്കളെ. ഫസ്റ്റ് ഈ 1ഉം 4ഉം തമ്മിൽ ഗുണിക്കണം. അപ്പോൾ എന്ത് കിട്ടും? 1 × 4. എന്നിട്ട് ഈ അഡീഷൻ്റെ സിമ്പിൾ ഇടണം. അപ്പോൾ എന്ത് വരും? പ്ലസ് വരും. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ 2ഉം 1ഉം കൂടെ ഗുണിക്കണം. 2ഉം 1ഉം കൂടെ ഗുണിച്ചാൽ എന്ത് കിട്ടും? 2 × 1. എന്നിട്ട് എന്ത് എഴുതണം? ഈ ഡിവിഷൻ ഇടണം. ഡിവിഷൻ. എന്നിട്ട് എന്ത് തമ്മിൽ ഗുണിക്കണം? ഈ 2ഉം 4ഉം കൂടെ ഗുണിക്കണം. എന്ന് പറയുമ്പോൾ എന്തോ 2 × 4. ഓക്കെയാണ്. സ്റ്റെപ്പുകൾ മനസ്സിലായല്ലേ? ഒരു എക്സ് മാതൃകയിൽ ഗുണിക്കാം.
ക്രോസിങ് ഓവർ എന്ന് പറയും. അതുകൊണ്ട് ഈ 1ഉം 4 ഗുണിച്ച് അതുകൊണ്ട് 1 4, അടുത്ത 1ഉം 2 ഗുണിച്ച് 2 × 1, അടുത്ത 2ഉം 4 ഗുണിച്ച് 2 × 4. കണ്ടോ, ഇങ്ങനെയാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ചെയ്യുന്നത്. എപ്പോഴാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്? ഡിനോമിനേറ്റർ വ്യത്യാസം വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ആൻസറിലേക്ക് പോകാം. ആൻസർ പറയുമ്പോൾ പറ 4 × 1, 4 × 1 എത്ര? 4 പ്ലസ് അടുത്ത എന്തുവാ? 2 × 1, 2 × 1 എത്രയാണ്? 2. ദ ഹോൾ ഡിവൈഡ് ബൈ 2 × 4 എത്ര? 8 എന്ന് പറയുമ്പോൾ ആൻസർ ഈ 6/8. കഴിഞ്ഞോ? ആൻസർ ഇതാണ്ട്. ഇത് കൂട്ടുമ്പോൾ എത്ര? 4 × 6, 6/8 എന്ന് കിട്ടും. കഴിഞ്ഞോ? 6/8 മതിയോ? ഇല്ല. 6/8 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെറുതാക്കാൻ പറ്റും. എന്ന് പറയാം മുകളിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, താഴെയും എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്ന് പറയുമ്പോൾ ആൻസർ പറ. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ എത്ര? 3. 3/8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ ഈസ് 3/4. എന്ന് പറഞ്ഞാൽ അരയും കാലും കൂടെ കൂട്ടിയ ഉത്തരം എത്രയാണ്? 3/4. അരയും കാലും കൂടെ കൂട്ടി എത്ര കിട്ടും? 3/4. നിങ്ങളുടെ വീട്ടിലെ അമ്മയും അച്ഛനൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഈ ഭാഷ അറിയാം. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് അര, ഇത് കാല്, അപ്പം കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 3/4. അല്ലെങ്കിൽ സമയം നമ്മൾ സമയം പറയത്തില്ല, 5:45, 5:30, 5:15, 4:15, 4:30 എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ? വീട്ടിലൊക്കെ പറയുന്നത് അങ്ങനെയല്ലേ? നമ്മുടെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ എങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ മാത്സിലേക്ക് വരുമ്പോൾ ഇത് അര 1/2, കാല് 1/4. അപ്പോൾ അരയും കാലും കൂടെ കൂട്ടി എത്ര ആവും? 3/4 അല്ലേ? 5:15 ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എത്ര മണിയായി? 5:45 എന്ന് പറയുന്ന പോലെ പഠിച്ചാൽ മതി. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് മാറും. അടുത്ത ചോദ്യത്തിലേക്ക് പോകും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഡിനോമിനേറ്റർ എന്താണ്? വ്യത്യാസമാണ്. ഡിനോമിനേറ്റർ വ്യത്യാസമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മുകളിലുള്ള 1 × 4 ചെയ്യും, പ്ലസ് 1 × 3 ചെയ്യും, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? 3 × 4 ചെയ്യും. എന്ന് പറയുമ്പോൾ ആൻസർ 4 + 3 / 12 എന്ന് വരും. എന്ന് പറയുമ്പോൾ ആൻസർ 7/12 ഈസ് ദി ആൻസർ. അപ്പോൾ ചോദ്യത്തിൻ്റെ ആൻസർ എത്ര കിട്ടി? 7/12. കണ്ടല്ലോ, എല്ലാ സ്റ്റെപ്പ് നേരത്തെ പറഞ്ഞാൽ ഈ 1 4 ഗുണിക്കുന്നു, 3 1 ഗുണിക്കുന്നു, 3 4 ഗുണിക്കുന്നു. അപ്പോൾ ആൻസർ ഈസ് 7/12. എപ്പോഴാണ്? ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആയിട്ട് വരുമ്പോൾ. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. ഇവിടെ നമുക്ക് ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? കുറയ്ക്കാനാണ്. നേരത്തെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കൂട്ടാൻ. അതുകൊണ്ട് ഈ നടുക്കത്തെ ടേമിൽ എന്ത് വരും? പ്ലസ് വരും. അതുകൊണ്ട് ഇതും കൂട്ടാനായതുകൊണ്ട് ഇവിടെ എന്ത് വന്നു? പ്ലസ്. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനാണ്? കുറയ്ക്കാനാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെയും ഡിനോമിനേറ്റർ നോക്കണം. ഡിനോമിനേറ്റർ സെയിം ആണ് എന്ന് പറയുമ്പോൾ ആൻസർ ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ 3 ഒന്നുകൂടെ അങ്ങ് കുറച്ചാൽ മതി. 3 ഒന്നുകൂടെ കുറച്ച് എത്ര ഇടും? 2. 2/4 ആൻസർ. എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം? ചെറുതാക്കണം അല്ലേ? ഈ 2/4നെ ചെറുതാക്കാൻ പറ്റും. നമ്മൾ പഠിച്ചെങ്ങനെ? എപ്പോഴും ഫ്രാക്ഷൻ എന്താക്കണം? ചെറുതാക്കണം. എന്ന് പറയുമ്പോൾ മുകളിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, താഴെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ ഈസ് 2/2 ഈസ് 1 ആൻഡ് 4/2 ഈസ് 2 എന്ന ആൻസർ കിട്ടും. അടുത്ത ചോദ്യം നിങ്ങൾക്കറിയാം, 1 എന്ത് കുറയ്ക്കാനാണ്? അര. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു തന്നത്. അതാണ്ട് ഈ 2നെ ഏതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതി? 1ൻ്റെ അടിസ്ഥാനത്തിൽ എഴുതുക. എന്ന് പറയുമ്പോൾ എങ്ങനെ ആവും? മാറും. ആ 1ന് പകരം എനിക്ക് 2/2 എന്ന് എഴുതാം. കണ്ടോ, ഈ 1ന് പകരം എന്തെഴുതി? 2/2. 2/2 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അപ്പോൾ അങ്ങനെ എഴുതിയാൽ 2/2 - 1/2 എന്ന് വരും. ഇപ്പോൾ ആൻസർ ഈസ് 1/2 എന്ന ആൻസർ കിട്ടും. അപ്പോൾ 1 അര കുറച്ചാൽ എത്രയാണ് മക്കളെ? അര. 1 അര കുറച്ചാൽ എത്ര? അര. കണ്ടോ, അങ്ങനെയും പറയാം. അടുത്തതും നിങ്ങൾക്കറിയാം. എന്താ, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. അപ്പോൾ എങ്ങനെ എഴുതും? ആ 1ന് പകരം 4/4. 4/4 - 1/4 എന്ന് പറയുമ്പോൾ ഉത്തരം എത്ര വരും? 3/4. ദ ആൻസർ ഈസ് 3/4. 1 കാല് കുറച്ച് എത്ര കിട്ടും? 3/4. 1 കാല് കുറച്ച് എത്ര കിട്ടും? 3/4. കണ്ടോ, ഇങ്ങനെ പഠിക്കാൻ പറ്റും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വന്നപ്പോൾ ഇങ്ങനെയാണ് ചോദ്യം. 5/2നെ എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം മക്കളെ. 5/2നെ നമുക്ക് ഇങ്ങനെ 5/2 എന്നിങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ 2ഉം 2ഉം 4 വരും. ആൻസർ ഈസ് 1. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു രീതിയുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക. ഫസ്റ്റ് എഴുതേണ്ടത് ഈ 2. അപ്പോൾ ഈ 2 എടുത്ത് എഴുതണം. 2 എന്ന് എഴുതി. കണ്ടോ, ഇനി നമ്മൾ എഴുതണം ഈ 1 എന്ന് എഴുതണം. എന്താ, ഈ 1 ഇത്രയും ചെറുതാക്കി എഴുതണം. എന്നിട്ട് നമ്മൾ എഴുതണം ഈ 2 എന്ന് പറയുമ്പോൾ ആൻസർ ഈസ് 2.5 എന്നെഴുതി കൂടെ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 5ൻ്റെ പകുതിയെ നമുക്ക് എങ്ങനെ എഴുതാം? 2.5 എന്ന മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതി. ഇതെന്തരാണ്? മിശ്ര ഭിന്നസംഖ്യ അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ. ഇതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ 2 ഈ 2, ഈ 1 ഈ 1, ഈ 2 ഈ 2. ഇത്രയേ ഉള്ളൂ. ഇത് പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ പഠിച്ചാൽ മതി. അപ്പോൾ അടുത്ത ചോദ്യം നിങ്ങൾ എന്നോട് ചോദിക്കുന്നതിന് മുമ്പേ നമ്മൾ ഡിവിഷൻ ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാ ബുദ്ധി നിങ്ങൾക്ക് പറയാം. 7.5 എന്ന് പറഞ്ഞാൽ 7.5 എത്ര? 7ൻ്റെ പകുതിയാണ് ചോദിച്ചേക്കുന്നത്. 7.5 എന്നല്ല, 7ൻ്റെ പകുതി. 7ൻ്റെ പകുതി എത്ര മക്കളെ? 7ൻ്റെ പകുതി എത്ര? നിങ്ങൾ പറ. 7ൻ്റെ പകുതി എത്ര?
3.5 3.5 അല്ലേ? അപ്പോൾ 7ൻ്റെ പകുതി എത്ര? 3.5. കണ്ടോ, ഇങ്ങനെ എഴുതി കൂടെ പെട്ടെന്ന് എഴുതാം. അല്ലെങ്കിൽ താണ്ട് ഇങ്ങനെ 7/2 3 2 6 1 കണ്ടല്ലോ. ഇപ്പോഴും എഴുതാം. കണ്ടോ, ഈ 3 ആണ്, ഈ 3, ഈ 1 ആണ്, ഈ 1, ഈ 2 ആണ്, ഈ 2. സെറ്റ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 9ൻ്റെ പകുതി നിങ്ങൾക്ക് ഇനി എവിടെ നോക്കാൻ പോകണ്ടല്ലോ, ഉത്തരം പറയാമല്ലോ. 4.5. 9ൻ്റെ പകുതി എത്ര? 4. 4 4 8, അരയും കൂടെ കൂട്ടി 1, അങ്ങനെ 8 1 9. സെറ്റാണ്, അറിയാം. ഇനി തിരിച്ച് ചോദ്യം വന്നു, ഇങ്ങനെ കുറയ്ക്കാൻ വന്നു. ഇതൊരു മിശ്ര ഭിന്നസംഖ്യ. നിങ്ങൾക്കറിയാം, ഇതുപോലെ കിട്ടുന്നതാണല്ലോ 2.5. ഈ 2.5 എന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്? യഥാർത്ഥത്തിൽ 2.5 എന്ന് ഉദ്ദേശിക്കുന്ന ആരാ? 5/2 ആണ്. ഈ 2.5 എന്ന് ഉദ്ദേശിക്കുന്നത് 5/2. അപ്പോൾ ഇവിടെ ചോദ്യം വന്നു, 2.5-ൽ നിന്നും 1.5 കുറയ്ക്കണം. അപ്പോൾ ആദ്യമേ നമുക്ക് സാധാ ഇതിനെ തിരിച്ചെങ്ങോട്ടാക്കാം? ഇത് മിശ്ര ഭിന്നസംഖ്യയാണ്, അതിനെ ഭിന്നസംഖ്യയാക്കാം. അതിനുവേണ്ടി എന്തോ പരിപാടി? ഈ 2-ൻ്റെ കൂടെ ഗുണിക്കണം, ഈ 1 കൂട്ടണം. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ 2-ൻ്റെ കൂടെ ഗുണിക്കുമ്പോൾ 4, 4നോട് 1 കൂട്ടുമ്പോൾ 5, 5/2 എന്ന് എഴുതാം. അപ്പോൾ 2.5-ക്ക് പകരം ഈ 2.5-ക്ക് പകരം എന്തെന്ന് എഴുതി? 5/2 മൈനസ് ഈ 1.5-ക്ക് എങ്ങനെ എഴുതാം? ഈ 1.5-ക്ക് പകരം എങ്ങനെ എഴുതാം? ഓക്കെ, 2 1 ഗുണിക്കണം. 2 1 2, 2 1 3. അങ്ങനെ ഉത്തരം എന്തെന്ന് എഴുതാം? 3/2. 3ൻ്റെ പകുതിയാണ് 1.5. ഇനി നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെയും 2, ഇവിടെയും 2 മൈനസ് ചെയ്യാൻ. അപ്പോൾ എന്ത് ചെയ്താൽ മുകളിലത്തെ മൈനസ് ചെയ്താൽ പോരെ? അപ്പം 5-ന്ന് 3 കുറച്ചാൽ 2, 2/2. ആൻസർ ഈസ് 1. ദ ആൻസർ ഈസ് 1. ഓക്കെയാണ്, സെറ്റാണ്. ഇനി പെട്ടെന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ അരയും വെട്ടിക്കളയല്ല, കുറയ്ക്കാൻ നേരത്തെ അരയും പോകും. പിന്നെ ഈ 2-ന്ന് 1 കുറച്ചെത്ര? 2-ന്ന് 1 കുറച്ചെത്ര? 1. ഇങ്ങനെ എഴുതാം. വേണ്ട, നിങ്ങൾ ഇങ്ങനെ പഠിച്ചാലും മതി. അടുത്ത ചോദ്യം വന്നു, 2.5 മൈനസ് അര. നിങ്ങൾക്കറിയാം 2.5 എന്ന് പറയുന്നത് ആരാണ് മക്കളെ? 2.5 എന്ന് പറയുന്നത് ആരാ? 5ൻ്റെ പകുതി. എങ്ങനെ എഴുതണമെന്ന് പറഞ്ഞു തന്നു. ഈ 2 കൂടെ ഗുണിക്കുമ്പോൾ 4, 4നോട് 1 കൂട്ടുമ്പോൾ 5, അങ്ങനെ 5/2. 5/2 മൈനസ് 1/2 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം? ഈ ഡിനോമിനേറ്റർ ഒരുപോലെയാണ്, അപ്പോൾ മുകളിലത്തെ കുറച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 4/2. 4ൻ്റെ പകുതി എത്ര? 4ൻ്റെ പകുതി എത്ര? 2. അപ്പോൾ ആൻസർ ഈസ് 2. ഇനി പെട്ടെന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാം? ഈ അരയും കൂടെ കുറയ്ക്കുമ്പോൾ അങ്ങ് പോവും. ബാക്കി എത്ര വരും? 2. ദാറ്റ് ഈസ് ദ ആൻസർ. ഇങ്ങനെയും ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങൾ പ്രോ ലെവലിലേക്ക് എത്തുമ്പോൾ ഞാൻ ഇപ്പം പറയുന്ന രീതിയിലൊക്കെ ചെയ്യാം. ആദ്യമേ സാധാഗതിയിൽ പഠിക്കുക. അടുത്ത ചോദ്യം, ഇതിനെ എങ്ങനെ എഴുതാമെന്ന് ചോദ്യം വന്നാൽ നിങ്ങൾക്കറിയാം. ഈ 5-ൻ്റെ കൂടെ ഗുണിക്കുമ്പോൾ 10, 10നോട് 1 കൂട്ടുമ്പോൾ 11, 11/2 ആണ് 5.5. 11/2-ന്ന് എന്ത് കുറയ്ക്കണം? അര കുറയ്ക്കണം. എന്ന് പറയുമ്പം എന്താ പ്രത്യേകത? ഇവിടെ 2 2 ഒരുപോലെ വന്നാൽ എന്ത് ചെയ്യണം? മേല് കുറയ്ക്കണം. അപ്പോൾ 10/2 കിട്ടും. 10/2 എന്ന് പറഞ്ഞാൽ ആൻസർ ഈസ് 5. അല്ലെങ്കിൽ പ്രോ വേർഷനിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ അരയും കൂടെ കുറയ്ക്കുമ്പോൾ അങ്ങ് പോകും. ബാക്കി എത്ര കിട്ടും? 5. ഓക്കെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ വെറൈറ്റി ചോദ്യമായി. ഈ സംഖ്യ എങ്ങനെ എഴുതാം? 10.5 എങ്ങനെ എഴുതാം മക്കളെ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. ഈ 10-ൻ്റെ കൂടെ ഗുണിക്കുക. അപ്പോൾ 20, 20നോട് 1 കൂട്ടുക, 21/2 എന്ന് എഴുതാം. 21/2 മൈനസ് 1/4 ഇങ്ങനെ ആവും. ഇനി ഇങ്ങനെ ആയതിനു ശേഷം നമുക്കറിയാം നമ്മുടെ ചോദ്യം കുറയ്ക്കാനാണ്. പക്ഷേ ഇത് രണ്ടും എന്താണ്? ഡിഫറൻ്റ് ആണ്. ഇവിടെ 2ഉം ഇവിടെ എത്രയാണ്? 4 ആണ്. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ക്രോസിങ് ഓവർ ആണ്, നമുക്കറിയാം. ക്രോസ് ചെയ്യും എന്ന് പറയുമ്പോൾ എങ്ങനെ? 21 × 4 മൈനസ് 1 × 2 ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 × 4 ഇങ്ങനെ ചെയ്യും. എന്ന് പറയുമ്പോൾ ആൻസർ എത്ര വരും? 21 4 ഗുണിച്ച് കഴിഞ്ഞാൽ 4 84 വരും. മൈനസ് 2/8 എന്ന് വരും. എന്ന് പറയുമ്പോൾ ആൻസർ എത്ര? 84 82, 82/8 വരും. ഇനി 82/8 എന്ന് പറഞ്ഞ ആൻസർ ആണോ? അല്ല. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെറുതാക്കാൻ പറ്റും. ചെറുതാക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 വേണ്ടെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് നടക്കത്തില്ല, അപ്പോൾ 2 കൊണ്ട് പറ്റും. ഇപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ ഈസ് 82 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 4 2 8 41, 41/4 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും കേട്ടല്ലോ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ എത്രയാണ്? 41/4. എത്രയാണ്? 41/4. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഇത് ചെയ്യാൻ ഇച്ചിരി സ്ഥലം വേണ്ട, അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് എടുത്തേക്കാം. ഓക്കെ, ഇത് അടുത്ത ചോദ്യം ചെയ്യാനുള്ള സ്ഥലത്തിന് വേണ്ടിയാണ് ഈ ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റെപ്പ് എന്തുവാ? 5 4 ഗുണിക്കും 20, 20നോട് 3 കൂട്ടുമ്പോൾ 23, 23/4 എന്ന് വരും. മൈനസ് 1/2. ഓക്കെയാണ്. ഇനി നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് 4 ഇത് 2. അപ്പോൾ എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം. ക്രോസിങ് ഓവർ ചെയ്യണം. ക്രോസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും മക്കളെ? ക്രോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 23 × 2 മൈനസ് 1 × 4 ദ ഹോൾ ഡിവൈഡ് ബൈ 4 × 2 ചെയ്യേണ്ടി വരും. അടുത്ത സ്റ്റെപ്പ് എത്ര? 23 2 കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ 46, 46 മൈനസ് 4/8 എന്ന് വരും. എന്ന് പറയാം 46-ന്ന് 4 കുറച്ച് എത്ര കിട്ടും? 42/8 എന്ന് കിട്ടും. 42-ലും 8-ലും അടങ്ങുന്ന സംഖ്യ ഏതുണ്ട് മക്കളെ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മുകളിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, താഴെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ആൻസർ ഈസ് 21/4.
അപ്പോൾ ആൻസർ ഈസ് 21/4. അപ്പോൾ അത് 5/4 മൈനസ് അര എന്ന് പറഞ്ഞാൽ എത്ര വരും? 21/4. വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ 21/4 വേറൊരു രീതിയിലും എഴുതാം. അതുകൊണ്ട് 21/4 എങ്ങനെ എഴുതാം? നിങ്ങൾ ആലോചിച്ച് നോക്കുക. 4 4 16, 5 4 20, 5 4 20 എന്ന് എഴുതാം. ആൻസർ ഇതാ ഇങ്ങനെ എഴുതാം, 5 1/4 എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ അതാ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 5/4 അര കുറച്ചെത്ര? 5 1/4. എന്തെന്ന് എഴുതാം? 5 1/4 എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ ഇത് ഓർത്ത് വെച്ചോണം. ഇതാ 21/4 അതാ ഇങ്ങനെ എഴുതാൻ പറ്റും കേട്ടോ. 21/4 5/4 എന്ന് എഴുതാൻ പറ്റും. സെയിം കൺസെപ്റ്റ് തന്നെ ഈ 41/4 എഴുതാൻ പറ്റും. 41/4 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചൊക്കെ 10 വട്ടം വരും, 10 വട്ടം 40 വരും. അപ്പം ബാക്കി 1 വരും. അപ്പം 10 1/4 എന്നും എഴുതാം. എത്ര വരും? 10 1/4. ഇതും മനസ്സിലാക്കി വെച്ചേക്കുക. 41/4 തന്നെയാണ് 10/4 എന്നും അറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഏത്? ഫ്രാക്ഷൻ. മൾട്ടിപ്ലിക്കേഷൻ പഠിക്കാനായിട്ട് ഇവിടെ ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഈ 1ഉം 1ഉം കൂടെ മൾട്ടിപ്ലൈ. അപ്പോൾ ആൻസർ ഈസ് 1 ബൈ. ഇനി എന്ത് ചെയ്യണം? ഈ 2ഉം 4ഉം തമ്മിൽ മൾട്ടിപ്ലൈ. 2 × 4 ഈസ് 8. ദ ആൻസർ ഈസ് 1/8. അത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യത്തിലായാലും നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചോദിച്ചാൽ 2 × 4 ചെയ്യണം. അപ്പോൾ ആൻസർ ഈസ് 8/15. ചെറുതാക്കാൻ പറ്റുമോ? ഇതിനെ ചെറുതാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. 8/15 ചെറുതാക്കാനൊന്നും പറ്റൂല. അടുത്ത ചോദ്യം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ആണ് ചോദ്യം. അപ്പോൾ 3ൻ്റെ കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ 6, 6 എന്ത് കിട്ടും? 20. ഇവിടെ ചെറുതാക്കി കൂടെ? യെസ്, ചെറുതാക്കാം. ഇവിടെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇവിടെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആൻസർ ഈസ് 3/10 എന്ന ആൻസർ കിട്ടും. എത്ര കിട്ടും? 3/10. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഡിവിഷനാണ്. അപ്പോൾ ഡിവിഷൻ്റെ ചോദ്യത്തിൽ 2/8 ഉണ്ട്. ഈ ഡിവിഷൻ്റെ ചോദ്യത്തിലൊരു പ്രത്യേകത ഉണ്ട്. ഈ ഡിവിഷൻ മാറ്റി നമ്മൾ എന്തിടും? ഇൻറ്റു ഇടും. ഇൻറ്റു ഇടാൻ നേരത്തെ ഈ സംഖ്യ മാറി എന്താവും? 2/1 എന്നാവും. ഓക്കെയാണ് പഠിച്ച. അപ്പോൾ ഡിവിഷൻ്റെ കേസിൽ ഇച്ചിരി ട്വിസ്റ്റ് ഉണ്ട്. എന്തോ ട്വിസ്റ്റ്? ഈ ഡിവിഷൻ മാറി ഇൻറ്റു ആവാൻ നേരത്തെ ഈ സംഖ്യ മാറി ഈ സംഖ്യ ആവും. തല കുത്തനെ വീഴും. റെസിപ്രോക്കൽ എന്ന് മലയാളത്തിൽ പറയും. വ്യുൽക്രമം. ഓക്കെയാണ്. ഇനി നമ്മൾ ഗുണിക്കും. അപ്പം നമുക്കറിയാം, ഗുണിക്കാൻ നേരത്തെ നമുക്കറിയാം 2 × 2 കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ 4/8 കിട്ടും. ഇനി നമുക്കറിയാം ഇതിനെ ചെറുതാക്കാൻ പറ്റും. മുകളിൽ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 4 കൊണ്ട്. താഴെ എത്ര കൊണ്ട് പറ്റും? 4 കൊണ്ട്. അപ്പോൾ ആൻസർ ഈസ് 1/2 ഈസ് ദി ആൻസർ. ആൻസർ എത്ര കിട്ടും? അര എന്ന് കിട്ടും. അടുത്ത ചോദ്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ആൻസർ എങ്ങനെ വരും? 1/2 എഴുതും. എന്നിട്ട് ആ ഇൻറ്റു മാറി നമുക്ക് ഈ ഡിവിഷൻ മാറി എന്താക്കണം? ഇൻറ്റു ഇടാൻ നേരത്ത് 2/1 എന്ന് വരും. ദ ആൻസർ ഈസ് 2 × 1 2, 2 × 1 2. ദ ആൻസർ ഈസ് 1. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 1. അല്ലെങ്കിൽ ഒരേ സംഖ്യ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ ഉത്തരം എത്രയായിരിക്കും? 1. നോക്ക്, ഇവിടെ ഡിവൈഡ് ചെയ്യേണ്ടത് അരയും ഡിവൈഡ് ചെയ്ത ആൻസർ എത്രയായിരിക്കും? 1. ഇങ്ങനെയും പഠിച്ച് വെക്കാം പ്രോ വെർഷനെ. അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ 5/10 അവിടെ ഉണ്ട്. ഇൻറ്റു എന്തെന്ന് എഴുതും? 2/5 എന്ന് എഴുതും. അപ്പോൾ ആൻസർ ഈസ് 10/50 എന്ന് വരും. ഇവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ 0യും 0യും കട്ട് ചെയ്താൽ ആൻസർ ഈസ് 1/5. ആൻസർ എത്ര കിട്ടും? 1/5 എന്ന് കിട്ടും. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ സംഖ്യയെ ചെറുതാക്കാം. ചെറുതാക്കിയിട്ട് ചെയ്താൽ മതി. ഇതാണ്ട് ഈ 18ലും 24 അടങ്ങുന്ന സംഖ്യ ഏതാ മക്കളെ? 6 കൊണ്ട് പറ്റുമല്ലോ. 6 3 18, 6 4 24. 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 18നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 3/24നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3/4. 3/4 ഡിവൈഡഡ് ബൈ എന്താവും? 2/3. കണ്ടല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഈ 18/24നെ ചെറുതാക്കി 3/4 ആക്കി. പിന്നെ ഈ ഡിവിഷൻ അതുപോലെ ഇവിടെ ഇട്ടു 2/3. അടുത്ത സ്റ്റെപ്പ് എന്ത് സംഭവിക്കും? ഈ 3/4 ഇൻറ്റു 3/2 എന്നാവും. ആൻസർ ഈസ് 9/8 എന്ന് കിട്ടും. എന്ത് കിട്ടും? 9/8 ഈസ് ദി ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോഴതുപോലെ 100/200 ആണ്. ഇവിടെ ഞാൻ ചോദിച്ചോട്ടെ മക്കളെ, ഇങ്ങനെയൊന്നും ചെയ്യേണ്ട. 100/200 ചെയ്യാനായിട്ട് ഈ 0യും 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 കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ആൻസർ ഈസ് 1/2 എന്ന് വരും. എന്ത് വരും? 1/2 ഇൻറ്റു എന്തെഴുതണം? 2/5 എന്ന് എഴുതണം. ആൻസർ ഈസ് 2/10. എത്ര കിട്ടും? 2/10. വേണമെങ്കിൽ ഇതിനെ ചെറുതാക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ചെറുതാക്കാൻ അറിയാം. മുകളിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, താഴെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആൻസർ ഈസ് 1/5 എന്ന് കിട്ടും. എന്ത് കിട്ടും? ആൻസർ 1/5. അപ്പോൾ ഇതുപോലെ ഫ്രാക്ഷൻ്റെ അഡിഷൻ, സബ്ട്രാക്ഷൻ, സിംപ്ലസ്റ്റ് ഫോം, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ എല്ലാം നിങ്ങൾ ഈ വീഡിയോയിലൂടെ പഠിച്ചു വെച്ചേക്കുക. നിങ്ങളുടെ ഒന്നാമത്തെ ചാപ്റ്റർ പഠിക്കാൻ നേരത്ത് വളരെ സിമ്പിളായി മാറും. ഇനി നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ വേഗം തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ എല്ലാ 10ാം ക്ലാസ്സുകാരെയും നമ്മുടെ ന്യൂജൻ മാത്ത് SSLC എന്ന് പറഞ്ഞ ഈ ചാനലിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ കാണാം അടുത്ത വീഡിയോ ആയിട്ട്. ബൈ. താങ്ക് യു.